പുതിയ നിയമ ആരാധനയെക്കുറിച്ചാണ് നാം ഇന്ന് ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത്. ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ഏതാണ്ട് എല്ലാ മതവ്യവസ്ഥിതികളിലും അല്ലെങ്കിൽ എല്ലാ മതവ്യവസ്ഥിതികളുടെയും കേന്ദ്രമെന്ന് പറയുന്നത് ആരാധനയാണ്. വ്യത്യസ്തങ്ങളായ ആരാധനാ രീതികൾ മതവ്യവസ്ഥിതികൾ നമുക്ക് കാണാൻ കഴിയും. ഒരുപക്ഷെ ഏറ്റവും അധികമായിട്ട് തെറ്റായിട്ട് പഠിപ്പിക്കപ്പെടുന്നതോ പരിശീലിപ്പിക്കപ്പെടുന്നതോ ആണ് ആരാധന എന്ന് പറയുന്നത്. നിയതമായ മതവ്യവസ്ഥിതികളോ അങ്ങനെയുള്ള കാര്യങ്ങളോ ഒന്നും ഇല്ലാത്തതായ ഒരു സമൂഹങ്ങൾക്കിടയിലും പലതരത്തിലുള്ളതായ ആരാധന കാണാൻ കഴിയും. അവർക്ക് മതപരമായ ചട്ടക്കൂടുകളൊന്നുമില്ല, ആരാധനപരമായ അല്ലെങ്കിൽ മതപരമായ ഗ്രന്ഥങ്ങളൊന്നുമില്ല. എങ്കിലും അവർ ആരാധന എന്നുള്ളതായ വിഷയത്തിലൂടെ കടന്നു പോകുന്നതായിട്ട് കാണാൻ കഴിയും. പ്രത്യേകിച്ച് പ്രകൃതി ശക്തികളെ, സൃഷ്ടികളെ ഇവിടേക്ക് ആരാധന കേന്ദ്രമായിട്ട് അവരെ കരുതുന്നതായിട്ട് കാണാൻ കഴിയും. റോമാലേഖനം 1-ാം അധ്യായം 21 മുതൽ 25 വരെയുള്ളതായ വാക്യങ്ങൾ. അവർ ദൈവത്തെ അറിഞ്ഞിട്ട് അവനെ ദൈവമെന്നോർത്ത് മനസ്സിലിരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരാക്കുന്നു. അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിരിക്കും. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ അവർ ക്ഷയമുള്ള മനുഷ്യൻ, പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപസാദൃശ്യമാക്കി മാറ്റിക്കളഞ്ഞു. അതുകൊണ്ട് ദൈവം അവരെ തങ്ങളുടെ ഹൃദയങ്ങളിലെ മോഹങ്ങളിൽ സ്വന്തം ശരീരങ്ങളെ തമ്മിൽ അവമാനിക്കേണ്ടതിന് അശുദ്ധിയിലേൽപ്പിച്ചു. അവരെ സംബന്ധിച്ച് ഒരു ദൈവമുണ്ടെന്നറിയാം. എല്ലാറ്റിനും ഉപരിയായി ഒരു സൃഷ്ടാവായ, എല്ലാത്തിനും മീതെ ദൈവമായിരിക്കുന്നതായ ഒരു ദൈവത്തെക്കുറിച്ച് അവ്യക്തമായ ഒരു ചിത്രം അവരുടെ ഹൃദയത്തിലുണ്ട്. ദൈവത്തെ അനുസരിച്ച് ജീവിക്കേണ്ടത് എങ്ങനെയാണെന്നുള്ളതായ ചെറിയൊരു ബോധം അവരുടെ ഹൃദയത്തിലുണ്ട്. പക്ഷെ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാതെ തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായി തീർന്നു. ദൈവത്തെ അറിയുന്നതായ, ദൈവത്തോട് ബന്ധപ്പെട്ട് ജീവിക്കുന്നതായ വ്യക്തികളിൽ സ്വാഭാവികമായിട്ടുണ്ടാകേണ്ടതായ നന്ദി, അനുസരണമൊന്നും അവരുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കില്ല. തങ്ങളുടെ നിരൂപണങ്ങളിൽ വ്യർത്ഥരായ ചിന്തകൾ, വിചാരങ്ങൾ, തത്വജ്ഞാനങ്ങൾ അങ്ങനെയുള്ളതായ രീതിയിലൂടെ അവർ വഞ്ചിക്കപ്പെടുകയാണ്. വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി. ജ്ഞാനികൾ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മൂഢന്മാരായിപ്പോയി. അക്ഷയനായ ദൈവത്തിന്റെ തേജസ്സിനെ നോക്കുക. മനുഷ്യൻ അറിഞ്ഞോ അറിയാതെയാണെങ്കിലും അവർ മറ്റൊരു രൂപത്തിലേക്ക് ദൈവത്തെ കൊണ്ടുവരുമ്പോൾ അക്ഷയനായ, നശിച്ചു പോകാത്ത ദൈവത്തെയാണ് ക്ഷയമുള്ള പക്ഷി, നാൽക്കാലി, ഇഴജാതി എന്നിവയുടെ രൂപത സാദൃശ്യമാക്കി മാറ്റിക്കളയുന്നത്. ആരാധന ഒരിക്കലും ഒരു പ്രാധാന്യമില്ലാത്തതായ കാര്യമല്ല. ആരാധന എന്ന് പറയുന്നത് നമ്മൾ തെറ്റായ ആരാധനയിലേക്ക് കടക്കുമ്പോൾ അത് നമ്മുടെ ജീവിതത്തെ തകർക്കുന്നതായ, നിത്യതയെ നശിപ്പിക്കുന്നതായ ഒന്നാണ്. ദൈവത്തിൻ്റെതായ വചനത്തിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ കാണാൻ കഴിയും ആരാധന അത് എത്രമാത്രം പ്രാധാന്യമുള്ള വിഷയമാണെന്ന്. ദൈവത്തെ സംബന്ധിച്ച് സൃഷ്ടികളായ മനുഷ്യർ തൻ്റെ സൃഷ്ടാവായ ദൈവത്തിൻ്റെതായ ഔന്നത്യവും മഹത്വവും തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെ ആരാധിക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത്. ആരാധന എപ്പോഴും ദൈവത്തെ അറിഞ്ഞുകൊണ്ട് ആരാധിക്കലാണ്. ദൈവം ആരാണെന്നും ദൈവത്തിൻ്റെ മഹത്വം എന്താണെന്നും ദൈവത്തിൻ്റെ ഔന്നത്യം എന്താണെന്നും അറിഞ്ഞുകൊണ്ട് നാം ആരാധിക്കുന്നിടത്താണ് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത്. 1 ദിനവൃത്താന്തം 29-ാം അധ്യായം
10 മുതൽ 13 വരെ. പിന്നെ ദാവീദ് സർവ്വസഭയുടെയും മുമ്പാകെ യഹോവയെ സ്തുതിച്ചു ചൊല്ലിയെന്നാൽ, ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിന്റെ ദൈവമായ യഹോവേ, നീ എന്നും എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലുള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജത്വം നിനക്കുള്ളതാകുന്നു. നീ സകലത്തിലും നീന്റെ തലവനായിരിക്കുന്നു. ധനവും മഹത്വവും നിങ്ങളിൽ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാണ്. ആകയാൽ ഞങ്ങളുടെ ദൈവമേ, ഞങ്ങൾ നിനക്ക് സ്തോത്രം ചെയ്യുന്നു. നിന്റെ മഹത്വമുള്ള നാമത്തെ സ്തുതിക്കുന്നു. ദാവീദ് ദൈവത്തെ പ്രാർത്ഥിക്കുമ്പോൾ അല്ലെങ്കിൽ ആരാധിക്കുമ്പോൾ ദൈവത്തിൻ്റെതായ മഹത്വം സമ്പൂർണതയോടുകൂടി കണ്ടുകൊണ്ടാണ് ആരാധിക്കുന്നത്. നമ്മൾ കടന്നു വന്ന് പാട്ടുകൾ പാടി ദൈവത്തെ ആരാധിക്കുന്നു എന്ന് പറയുമ്പോൾ ആ ആരാധന എന്ന് പറയുന്നത് ദാവീദ് പറയുന്നതായ ആരാധനയുടെ മുമ്പിൽ എത്രമാത്രം ചെറുതാണെന്ന് മനസ്സിലാക്കുക. ഞങ്ങളുടെ പിതാവായ ഇസ്രായേലിൻ ദൈവമായ യഹോവേ, നീ എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ. യഹോവേ, മഹത്വവും ശക്തിയും തേജസ്സും യശസ്സും മഹിമയും നിനക്കുള്ളത്. സ്വർഗത്തിലും ഭൂമിയിലും ഉള്ളതൊക്കെയും നിനക്കുള്ളതല്ലോ. യഹോവേ, രാജത്വം നിനക്കുള്ളതാകുന്നു. രാജാവായ ദാവീദ് പറയാണ്, രാജത്വം നിനക്കുള്ളതാണ്. നീ സകലത്തിനും മീതെ തലവനായിരിക്കുന്നവനാണ്. ഞാനൊരു ചെറിയ രാജ്യത്തിന് തലവനാണ്, പക്ഷെ നീ സകലത്തിനും മീതെ രാജാവായിരിക്കുകയാണ്, തലവനായിരിക്കുകയാണ്. ധനവും ബഹുമാനവും നിങ്ങൾ നിന്ന് വരുന്നു. നീ സർവവും ഭരിക്കുന്നു. ശക്തിയും ബലവും നിന്റെ കയ്യിലിരിക്കുന്നു. സകലത്തെയും വലുതാക്കുന്നതും ശക്തീകരിക്കുന്നതും നിന്റെ പ്രവൃത്തിയാകുന്നു. ദാവീദ് ഇപ്പോൾ ദൈവത്തെ ശരിയായി കണ്ടുകൊണ്ടാണ്, മനസ്സിലാക്കിക്കൊണ്ടാണ് ആരാധിക്കുന്നത്. ദൈവത്തെ സംബന്ധിച്ച് നിർബന്ധമുണ്ട്. തന്നെയല്ലാതെ മറ്റാരെയും മനുഷ്യർ ആരാധിക്കുവാൻ പാടില്ല. അല്ലെങ്കിൽ ദൈവം തൻ്റെ മഹത്വം വിട്ടുകൊടുക്കാൻ അല്ലെങ്കിൽ ആർക്കും വിട്ടുകൊടുക്കുന്നവനല്ല. പ്രവൃത്തി 20-ാം അധ്യായം 2:3. ആ പ്രദേശങ്ങൾ കൂടി പ്രവർത്തിയില്ല. 20-ാം പുറപ്പാട് പുസ്തകം 20-ാം അധ്യായം 2:3. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. 2-3. അടിമ വീടായ മുസ്ലിം ദേശത്തിൽ നിന്നെ കൊണ്ടുവന്ന യഹോവയായി ഞാൻ നിന്റെ ദൈവമാകുന്നു. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഇസ്രയേൽ ജനത്തിന്, അതായത് ഏകദേശം 400 വർഷത്തിലേറെ തുടർച്ചയായിട്ട് വിഗ്രഹാരാധനയിൽ കിടന്നിരുന്നതായ സത്യദൈവത്തെ മറന്നുകൊണ്ട് ഒരു 3-4 തലമുറ ജീവിച്ചതായ യോസഫിൻ്റെ തലമുറയോട് പറയുകയാണ്, നിന്നെ അടിമ വീടായ മിസ്രൈമിൽ നിന്നെ കൊണ്ടുവന്ന യഹോവയായ ഞാൻ നിന്റെ ദൈവമാകുന്നു. സത്യദൈവത്തോടുള്ളതായ ബന്ധം വിട്ടിട്ട് 400 വർഷത്തിലേറെയായി. യോസഫിൻ്റെതായ പിൻതലമുറ അവരുടെ യോസഫ് ആരാധിച്ചതായ ദൈവത്തെ മറന്നിട്ട് 400 വർഷത്തിലേറെയായി. അവരോട് ആദ്യം ഉറപ്പിച്ചതായ വിഷയമാണ്, ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്കുണ്ടാകരുത്. ഇന്നലെ വരെ അങ്ങനെ ഉണ്ടായത്, പക്ഷെ ഇനി ഉണ്ടാകാൻ പാടില്ല. നീ മറ്റാരെയും ആരാധിക്കുവാൻ പാടില്ല. മത്തായി 4:10. യേശു അവനോട്, സാത്താനെ എന്നെ വിട്ടുപോ, എന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രം ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ എന്ന് പറഞ്ഞു. നോക്കുക, യേശുവിനെ മറ്റൊരു ആരാധനയിലേക്ക് നയിക്കുന്നതായ പിശാചിനോട് പറയുവാൻ പഴയ നിയമത്തിൽ വെളിപ്പെടുത്തിയതായ വാക്യം തന്നെ എടുത്തുകൊണ്ടാണ് യേശു പറയുന്നത്, നിന്റെ ദൈവമായ കർത്താവിനെ നമസ്കരിച്ച് അവനെ മാത്രമേ ആരാധിക്കാവൂ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. മറ്റാർക്കും ആരാധന കൊടുക്കുവാൻ
മറ്റാരെയും ആരാധിക്കുവാൻ ദൈവം അനുവദിക്കുന്നില്ല. യെശയ്യാവ് 43:21. എന്നാൽ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും. ഞാൻ എനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്നതായ ജനം എൻ്റെ സ്തുതിയെ വിവരിക്കും. എൻ്റെ സ്തുതിയെ വിവരിക്കുന്നത് എൻ്റെ ജനം മാത്രമാണ്. യെശയ്യാവ് 42:8. ഞാൻ യഹോവ, അത് തന്നെ എന്റെ നാമം. ഞാൻ എന്റെ മഹത്വം മറ്റൊരുത്തനും എന്റെ സ്തുതി വിഗ്രഹങ്ങൾക്ക് വിട്ടുകൊടുക്കുകയില്ല. ദൈവത്തിന് നിർബന്ധമുണ്ട്, തൻ്റെ മഹത്വം മറ്റൊരുത്തനും വിട്ടുകൊടുക്കില്ല. അല്ലെങ്കിൽ താൻ അത്രമാത്രം മഹത്വമുള്ളവനാണ്, താൻ അത്രമാത്രം ഉന്നതനാണ്, സകലത്തിൻ്റെയും സൃഷ്ടാവായ ദൈവമാണ് എന്നതുകൊണ്ട് മാത്രം തന്നെ അല്ലാതെ മറ്റാരെയും ആരാധിക്കുവാൻ ദൈവം മനുഷ്യരെ അനുവദിക്കുന്നില്ല. അല്ലെങ്കിൽ ലോകത്തിലുള്ളതായ തെറ്റായ ഒരു ആരാധനയും ദൈവം അംഗീകരിക്കുന്നില്ല. 2 രാജാക്കന്മാർ 17-ാം അധ്യായം. അതിൻ്റെ 35-36. യഹോവ അവരോട് ഒരു നിയമം ചെയ്തു കൽപ്പിച്ചതെന്നാൽ, നിങ്ങൾ അന്യദൈവങ്ങളെ ഭജിക്കുകയും അവയ്ക്ക് യാഗം കഴിക്കുകയും ചെയ്യാതെ നിങ്ങളെ മഹാശക്തി കൊണ്ടും നീതിയ ഭുജം കൊണ്ടും ഇസ്രായേൽ ദേശത്തു നിന്ന് കൊണ്ടുവന്ന യഹോവയെ മാത്രം ഭജിക്കുകയും അവനെ മാത്രം നമസ്കരിക്കുകയും അവന് മാത്രം യാഗം കഴിക്കുകയും വേണം. ദൈവം ഇത് അവരോട് പറയുമ്പോൾ വെറും ഒരു കൽപ്പനയായിട്ടോ നിർദ്ദേശങ്ങളായിട്ടോ അല്ല. അവർ മിസ്രൈമിൽ നിന്ന് വിടുവിക്കപ്പെട്ടതായ, അല്ലെങ്കിൽ മിസ്രൈമിൽ ദൈവത്തിൻ്റെതായ ഭുജബലം കണ്ടവരാണ്, ദൈവത്തിൻ്റെതായ ശക്തിയും മഹത്വവും കണ്ടവരാണ്. ഫറോവൻ എന്നുള്ളതായ ആ മഹാശക്തിമാനായ രാജാവിനെ പോലും വിറപ്പിക്കുന്ന വിധത്തിൽ, ആ രാജാവ് പോലും ഭയപ്പെടുന്ന വിധത്തിൽ 10ഓളം അത്ഭുതങ്ങളും അടയാളങ്ങളും ചെയ്തുകൊണ്ട് അവരെ ദൈവം വിടുവിച്ച ദൈവമാണ്. കനാൻ ദേശത്തിലേക്കുള്ള യാത്രയിൽ ഉടനീളം അത്ഭുതങ്ങളെ കൊണ്ട് നിറഞ്ഞതായ ഒരു യാത്രയായിരുന്നു. ഇങ്ങനെ നിരന്തരമായി ദൈവത്തിൻ്റെ ശക്തിയും മഹത്വവും കണ്ടറിഞ്ഞതായ ആ ജനത്തോടാണ് പറയുന്നത്, നിങ്ങൾ അന്യ ദൈവങ്ങളെ ഭജിക്കുകയും അവർക്ക് യാഗം കഴിക്കുകയും ചെയ്യാതെ നിങ്ങളെ മഹാശക്തി കൊണ്ടും നീട്ടിയ ഭുജം കൊണ്ടും മിസ്രൈം ദേശത്ത് കൊണ്ടുവന്ന യഹോവയെ മാത്രം ഭജിക്കുകയും അവനെ മാത്രം നമസ്കരിക്കുകയും അവന് മാത്രം യാഗം കഴിക്കുകയും ചെയ്യുക. ദൈവം അവർക്ക് തന്നെ തൻ്റെ ശക്തിയെയും ബലത്തെയും വെളിപ്പെടുത്തിയ ശേഷമാണ് അവരോട് കൽപ്പിക്കുന്നത്, എന്നെ അല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല. നോക്ക്, ഇവിടെ ദൈവത്തെ മാത്രം നാം ആരാധിക്കുക എന്ന് പറയുമ്പോൾ അതിൻ്റെ ഒരേ ഒരു അർത്ഥം എന്ന് പറയുന്നത് ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ തന്നെ ആരാധിക്കുക എന്നതായ ആശയം കൂടിയുണ്ട്. ദൈവം പറഞ്ഞിരിക്കുന്നത് പോലെ ആരാധിക്കണം. പഴയ നിയമത്തിൽ ഉടനീളം നമുക്ക് കാണാൻ കഴിയും, ദൈവാരാധനയുടെ ഒരു ചരിത്രം തന്നെ കാണാൻ കഴിയും. വേദപുസ്തകത്തിൽ ആരംഭം മുതൽ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, അവിടെ ആരാധനയുടെ ചരിത്രം എന്താണെന്ന് മനസ്സിലാക്കാൻ കഴിയും. ഉൽപ്പത്തി പുസ്തകം 4-ാം അധ്യായം. ആദ്യത്തെ തലമുറയിൽ തന്നെ ആരാധന നടന്നതായിട്ട് കാണാൻ കഴിയും. അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ ഒരു പരിശീലനം അവർക്ക് ആദ്യമേ തന്നെ ദൈവം നൽകിയിരുന്നു. കയീനും ഹാബേലും ദൈവത്തെ ആരാധിക്കുവാൻ കടന്നു പോകുമ്പോൾ അവരെ അങ്ങനെയുള്ള ആരാധനയ്ക്കായിട്ട് ആരാണ് ഒരുക്കിയത്, ദൈവത്തെ ആരാധിക്കണമെന്ന് ആരാണ് പഠിപ്പിച്ചത്? ദൈവം തന്നെയാണ് ആദം മുതൽ ദൈവത്തെ ആരാധിക്കണമെന്നുള്ളതായ പരിശീലനം കൊടുത്തത്. ഉൽപ്പത്തി 4-ാം അധ്യായം 3-4 വാക്യങ്ങൾ. കുറെ കാലം കഴിഞ്ഞിട്ട് കയ്യിൽ നിലത്തിലെ അനുഭവത്തിൽ നിന്ന് യഹോവയ്ക്ക് ഒരു വഴിപാട് കൊടുത്തു. ഹാബേലും ആട്ടിൻകൂട്ടത്തിലെ കഴുതകളിൽ നിന്ന് അവരുടെ മേധസ്സിൽ നിന്ന് തന്നെ ഒരു വഴിപാട് കൊണ്ടുവന്നു. യഹോവ ഹാബേലിലും അവന്റെ വഴിപാടിലും പ്രസാദിച്ചു. നോക്ക, ഇവിടെ രണ്ടുപേര് ആരാധനയ്ക്ക് കടന്നു വന്നതായിട്ട് കാണാൻ കഴിയും. ഒരാളുടെ ആരാധന പ്രസാദിച്ചതായിട്ട് കാണാൻ കഴിയും.
അതിൻ്റെതായ വിഷയങ്ങളിലേക്കൊന്നും നമ്മൾ കടക്കുന്നില്ല. പക്ഷെ ഒരു കാര്യം വ്യക്തമാണ്, ആരാധന എന്ന് പറയുന്നത് ദൈവത്താൽ നൽകപ്പെട്ടതായ ഒരു പരിശീലനം അവർക്ക് ലഭിക്കുകയുണ്ടായി. ആരാധനയെക്കുറിച്ച് അല്ലെങ്കിൽ ദൈവത്തിന് യാഗമർപ്പിക്കുന്നതിനെക്കുറിച്ച്, ദൈവത്തിന് നൽകുന്നതിനെക്കുറിച്ച് ഇവിടെ പഠിപ്പിക്കുന്നത് കാണാൻ കഴിയും. കയീന് ഹാബേലിൽ നമുക്ക് കാണാൻ കഴിയുന്നത് ഇവിടുന്നാണ്. കയ്യിൽ യഹോവ ഹാബേലിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചു, കയീനിലും അവൻ്റെ വഴിപാടിലും പ്രസാദിച്ചില്ല. എന്തുകൊണ്ടാണ് ഇവിടെ ഈ കയീന്റെ വഴിപാടിൽ ദൈവം പ്രസാദിക്കാതിരുന്നത്? എബ്രായർ 11:4. ഹാബേൽ ദൈവത്തിന് കയ്യേണ്ടതിൽ ഉത്തമമായ യാഗം കഴിച്ചു, അതിനാൽ അവന് നീതിമാൻ എന്ന സാക്ഷ്യം ലഭിച്ചു. നോക്ക, അവിടെ ഹാബേൽ യാഗമർപ്പിച്ചതിനെ കുറിച്ച് പറയുകയാണ്, അവൻ വിശ്വാസത്താൽ അർപ്പിച്ചു. വിശ്വാസത്താൽ ഹാബേൽ ദൈവത്തിന് കയീന്റേതിലും ഉത്തമമായ യാഗം കഴിച്ചു. വിശ്വാസത്താൽ യാഗം കഴിച്ചു എന്ന് പറയുമ്പോൾ പലതവണ നമ്മൾ വിശ്വാസത്തെക്കുറിച്ച് പഠിച്ചവരാണ്. റോമാലേഖനം 10:17 വിശ്വാസം എങ്ങനെയാണ് രൂപപ്പെടുന്നത്? റോമർ 10:17. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവിയും ക്രിസ്തുവിന്റെ വചനത്താലും വരുന്നു. നോക്ക, എല്ലാ വിശ്വാസങ്ങളും വിശ്വാസമല്ല എന്ന് കാണാൻ കഴിയും. നമ്മുടെ മനസ്സിലുണ്ടാകുന്ന ഒരു വൈകാരികമായൊരു അനുഭവമല്ല വിശ്വാസം. ഒരു തോന്നലോ ചിന്തയോ അല്ല വിശ്വാസം. അല്ലെങ്കിൽ ഏതെങ്കിലും വിധത്തിലുള്ളതായ സന്തോഷമല്ല വിശ്വാസം. ആകയാൽ വിശ്വാസം കേൾവിയാലും കേൾവി ക്രിസ്തുവിൻ്റെ വചനത്താലും വരുന്നു. അപ്പോൾ ദൈവത്തിൻ്റെതായ വചനം കേൾക്കുന്നതിലൂടെ ഒരുവനുണ്ടാകുന്നതായ വിശ്വാസത്തെയാണ് ദൈവം വിശ്വാസം എന്ന് പറയുന്നത്. ബൈബിൾ കേൾക്കാത്ത, ബൈബിൾ പഠിക്കാത്ത, ബൈബിൾ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തത് ഒരു വ്യക്തി വിശ്വസിച്ചു എന്ന് പറയുമ്പോൾ അതൊരിക്കലും ദൈവത്തിന് അംഗീകരിക്കുവാൻ കഴിയില്ല. വിശ്വാസം എപ്പോഴും രൂപപ്പെടുന്നത് അല്ലെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ അത് ഫോം ചെയ്യുന്നത് ചില അറിവുകൾ ദൈവവചനത്തിലൂടെ ലഭിക്കുമ്പോഴാണ്. ദൈവത്തിൻ്റെ വചനത്തിലൂടെ ദൈവത്തെക്കുറിച്ച്, സുവിശേഷത്തെക്കുറിച്ച്, കർത്താവായ യേശുക്രിസ്തു നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി അടക്കപ്പെട്ടു എന്നതിനെക്കുറിച്ചൊക്കെയും ആ ഇൻഫർമേഷൻസ് ലഭിക്കുമ്പോഴാണ് ഹൃദയത്തിൽ രൂപപ്പെടുന്ന വിശ്വാസം. എന്ന് വെച്ചാൽ വചനത്തിൽ എന്താണോ പറയുന്നത് അതാണ് നമ്മുടെ വിശ്വാസം എന്ന് പറയുന്നത്. നമ്മുടെ വിശ്വാസമെല്ലാം വചനപ്രകാരം സാധൂകരിക്കപ്പെടാൻ പറ്റുന്നതായിരിക്കണം, അല്ലെങ്കിൽ വിശ്വാസമെല്ലാം വചനപ്രകാരം വിശദീകരിക്കുവാൻ കഴിയുന്നതായിരിക്കണം. വചനം പറയാത്ത ഒന്നും തന്നെ വിശ്വസിക്കുവാൻ ദൈവം നമ്മെ അനുവദിക്കുന്നില്ല. ഹാബേലിന്റെ യാഗം എങ്ങനെയാണ് ദൈവം വിശ്വസിച്ചെന്ന് അല്ലെങ്കിൽ യാഗം സ്വീകരിച്ചെന്ന് പറയുമ്പോൾ ദൈവം കൽപ്പിച്ചതുപോലെ അതിലൂടെ ഉണ്ടായതായ വിശ്വാസപ്രകാരമാണ് ഹാബേൽ യാഗമർപ്പിച്ചതെന്ന് കാണാൻ കഴിയും. ആരാധന എന്നുള്ളതായ വിഷയം നമുക്കറിയാം. തീർച്ചയായിട്ടും ആദത്തിന് ദൈവത്തിൽ നിന്ന് പകർന്നു കിട്ടിയതായ ഒരു വിഷയമാണ്. അതെന്റെ എല്ലാ മക്കൾക്കും പകർന്നു കൊടുക്കുന്നതായിട്ട് കാണാൻ കഴിയും. 34 26. ശേത്തിനും ഒരു മകൻ ജനിച്ചു, അവന് ഏനോസ് എന്ന് പേരിട്ടു. ആ കാലത്ത് യഹോവയുടെ നാമത്തിലുള്ള ആരാധന തുടങ്ങി. ആരാധന നേരത്തെ ഉണ്ടായത്, പക്ഷെ യഹോവയുടെ നാമത്തിൽ ആരാധന തുടങ്ങിയത് ശേത്തിന്റെ കാലത്താണ്.
അതായത് ഏനോസ് ഉണ്ടായതിനു ശേഷമാണ് യഹോവയുടെ നാമത്തിലുള്ള ആരാധന. അപ്പോൾ ആരാധന മുൻകാലങ്ങളിൽ തൊട്ടേ, പ്രാചീന കാലം തൊട്ട് തന്നെ ദൈവത്തിന് മുമ്പാകെ, അല്ലെങ്കിൽ നമുക്ക് ബൈബിളിൽ കാണാൻ കഴിയും ആരാധന ഉണ്ടായിരുന്നതായിട്ട്. 3 കാലഘട്ടങ്ങൾ നമുക്കറിയാം. പിതാക്കന്മാരുടെ കാലഘട്ടം, ന്യായപ്രമാണ കാലഘട്ടം, ക്രിസ്തീയ കാലഘട്ടം. 3 കാലഘട്ടത്തിലും ആരാധന വ്യത്യസ്തമാണ്. ആരാധന 3 കാലഘട്ടങ്ങളും വ്യത്യസ്തമാണ് നമുക്ക് കാണാൻ കഴിയും. പിതാക്കന്മാരുടെ കാലഘട്ടത്തെ സംബന്ധിച്ച് ദൈവത്തെ വ്യക്തിപരമായിട്ട് ആരാധിച്ചിരുന്നതായ ഒരു കാലഘട്ടമാണ്. ഓരോരുത്തരും, കുടുംബത്തലവന്മാർ ഓരോരുത്തരും ദൈവത്തെ വ്യക്തിപരമായിട്ട് അവർക്ക് തോന്നുന്നതായ സമയത്ത്, അവർക്ക് ദൈവത്തെ ആരാധിക്കണമെന്ന് തോന്നുന്നതായ സമയത്ത് ആരാധിച്ചു കൊണ്ടിരുന്നതായ കാലഘട്ടം. ദൈവം അവരെല്ലാം ആരാധന എന്നുള്ളതായ വിഷയത്തിൽ നിരന്തരമായി പരിശീലിപ്പിച്ചിരുന്നതായിട്ട് കാണാൻ കഴിയും. യാക്കോബും യോസഫും അതുപോലെ എല്ലാ പിതാക്കന്മാരും ദൈവത്തെ നിരന്തരമായി ആരാധിച്ചു കൊണ്ടിരുന്നു, രാത്രിയെന്നോ പകലെന്നോ ഭേദമില്ലാതെ. പിതാക്കന്മാരുടെ കാലഘട്ടത്തിലെ ആരാധനയുടെ പ്രത്യേകത, അവർക്ക് സമയമോ കാലമോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. എല്ലായ്പ്പോഴും ദൈവത്തെ ആരാധിക്കുവാനുള്ളതായ അവസരങ്ങൾ അവർ ഉപയോഗിച്ചിരുന്നു. ഉൽപ്പത്തി 12:8 വാക്യം. അവൻ അവിടെ നിന്ന് ബേഥേലിലെ കിഴക്കുള്ള മലയ്ക്ക് പുറപ്പെട്ടു. ബേഥേൽ പടിഞ്ഞാറും ഹായി കിഴക്കുമായി കൂടാതെ അവിടെ അവൻ യഹോവയ്ക്ക് യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിലാണ്. അവിടെ അവൻ യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, യഹോവയുടെ നാമത്തിൽ ആരാധിച്ചു. ജീവിതത്തിലേക്ക് നന്മകൾ കടന്നു വരുമ്പോൾ, ദൈവം അനുഗ്രഹിക്കുമ്പോൾ, ദൈവത്തിൻ്റെതായ അനുഭവങ്ങൾ ഉണ്ടാകുമ്പോൾ, അങ്ങനെ ദൈവത്തോട് ബന്ധപ്പെട്ട് എല്ലായ്പ്പോഴും ആരാധന കഴിച്ചിരുന്നവരാണ് പിതാക്കന്മാർ. 8-ാം അധ്യായം 20-ാം വാക്യം ഉൽപ്പത്തി. യഹോവയ്ക്കൊരു യാഗപീഠം പണിതു, ശുദ്ധിയുള്ള സകല മൃഗങ്ങളിലും ശുദ്ധിയുള്ള എല്ലാ പറവകളിലും ചിലതെടുത്ത് യാഗപീഠത്തിന്മേൽ ഹോമയാഗം നടത്തി. നോക്ക, ദൈവം നോഹയോട് മൃഗങ്ങളെ പെട്ടകത്തിലേക്ക് കയറ്റാൻ പറയുമ്പോൾ ശുദ്ധിയുള്ള മൃഗങ്ങളെ പ്രത്യേകമായിട്ട് കയറ്റാൻ പറയുന്നുണ്ട്. ആരാധനയ്ക്ക് വേണ്ടിയാണ്, യാഗമർപ്പിക്കുവാൻ വേണ്ടിയാണ്. നോഹ ഈ പ്രളയത്തിന് ശേഷം നോഹ തൻ്റെ ജീവിതം ആരംഭിക്കുമ്പോൾ ദൈവത്തിന് നന്ദി പറയുവാൻ, നന്ദി കരേറ്റുവാൻ ആഗ്രഹിക്കുമ്പോൾ യാഗമർപ്പിക്കുവാൻ വേണ്ടിയാണ് അവിടെ ആ മൃഗങ്ങളെയൊക്കെ സജ്ജീകരിക്കുന്നത്. ഉൽപ്പത്തി 35-ാം വാക്യം 13-14. അവനോട് സംസാരിച്ച സ്ഥലത്തു നിന്ന് ദൈവം അവനെ വിട്ടു കയറിപ്പോയി. അവൻ തന്നോട് സംസാരിച്ചെടുത്ത് യാക്കോബ് ഒരു കൽത്തൂൺ നിർത്തി അതിന്മേൽ ഒരു പാനീയയാഗം ഒഴിച്ച് എണ്ണയും പകർന്നു. നോക്ക്, അവിടെ യാക്കോബ് ദൈവം സംസാരിച്ചെടുത്ത് ദൈവത്തെ ആരാധിക്കുന്നതായിട്ട് കാണാൻ കഴിയും. അങ്ങനെ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ ദൈവം അവർക്ക് ആരാധനയെക്കുറിച്ചുള്ളതായ ആ അറിവുകൾ പകർന്നു കൊടുത്തു, പരിശീലനം കൊടുത്തു. അവരെ നിരന്തരമായിട്ട് ആരാധന എന്നുള്ളതായ വിഷയത്തിൽ പരിശീലിപ്പിച്ചുകൊണ്ടേയിരുന്നു. ന്യായപ്രമാണ കാലഘട്ടത്തിലേക്ക് വരുമ്പോൾ ആരാധനയുടേതായ രീതികൾ മാറ്റപ്പെടുകയുണ്ടായി. ലിഖിതമായ നിലയിൽ ആരാധനയെക്കുറിച്ചുള്ളതായ നിർദ്ദേശങ്ങൾ നൽകപ്പെടുകയുണ്ടായി. മിസ്രൈമിൽ അടിമകളായിരുന്നതായ ഇസ്രായേൽ ജനതയെ വിടുവിക്കുവാൻ ദൈവം മോശയെ അയക്കുമ്പോൾ മോശയോട് ദൈവം കൽപ്പിക്കുന്നത് ഇങ്ങനെയാണ്: എന്നെ ആരാധിക്കുവാൻ എൻ്റെ ജനത്തെ വിട്ടയക്കാനാൽ കൽപ്പിക്കണം. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 18-ാം വാക്യം. എന്നാൽ അവർ നിന്റെ വാക്ക് കേൾക്കും. അപ്പോൾ നീയും ഇസ്രായേൽ മൂപ്പന്മാരും ഇസ്രായേൽ രാജാവിന്റെ അടുത്ത് ചെന്ന് അവനോട്, എബ്രായരുടെ ദൈവമായ യഹോവ ഞങ്ങൾക്ക് വെളിപ്പെട്ടു വന്നിരിക്കുന്നു. ആകയാൽ ഞങ്ങൾ 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറഞ്ഞു. 3 ദിവസത്തെ വഴി മരുഭൂമിയിൽ ചെന്ന് ഞങ്ങളുടെ ദൈവമായ യഹോവയ്ക്ക് യാഗം കഴിക്കട്ടെ എന്ന് പറയുവിൻ. ആരാധനയ്ക്ക് വേണ്ടിയാണ് ദൈവം ജനത്തെ വിടുവിക്കുന്നത്. മിസ്രൈമിലെ ജനങ്ങളെ ദൈവം വിടുവിച്ചത് അവരുടെ നിലവിളി കണ്ട് മാത്രമല്ല, അവരെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടിയാണ്.
പുറപ്പാട് 20-ാം അധ്യായം 3 മുതൽ 6 വരെ. ഈ ദൈവം കൽപ്പന നൽകുമ്പോൾ, ദൈവം ന്യായപ്രമാണം നൽകുമ്പോൾ ആദ്യം എഴുതിയതായ കൽപ്പന ആരാധനയെക്കുറിച്ചാണ്. ആരാധനയെക്കുറിച്ച് വ്യക്തമായ കൽപ്പനകളും നിർദ്ദേശങ്ങളും പ്രാരംഭ ഭാഗത്തു നിന്ന് തന്നെ നൽകുകയുണ്ടായി. ഏകദേശം പുറപ്പാട് മുതൽ ആവർത്തനം വരെയുള്ളതായ പുസ്തകങ്ങൾ പൂർണ്ണമായിട്ടും ആരാധനയെ കേന്ദ്രീകരിച്ചാണ് നൽകപ്പെട്ടിരിക്കുന്നത്. പുറപ്പാട് 20-ാം അധ്യായം 3 മുതൽ 6 വരെ. ഞാനല്ലാതെ അന്യ ദൈവങ്ങൾ നിനക്ക് ഉണ്ടാകരുത്, ഒരു വിഗ്രഹം ഉണ്ടാക്കരുത്, നിന്റെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലെങ്കിലുമുള്ള യാതൊന്നിന്റെ പ്രതിമയും അരുത്, അവയെ നമസ്കരിക്കുക സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയായ തീഷ്ണതയുടെ ദൈവമാകുന്നു. എന്നെ പകയ്ക്കുന്നവരിൽ പിതാക്കന്മാരുടെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പന പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെ ദയ കാണിക്കുകയും ചെയ്യുന്നു. ദൈവം അവരോട് കൽപ്പനകൾ നടത്തുമ്പോൾ പറയാണ്, ആദ്യത്തെ കൽപ്പനയാണ് എന്നെ അല്ലാതെ ആരെയും ആരാധിക്കാൻ പാടില്ല, എനിക്ക് പകരം ഒരു വിഗ്രഹം ഉണ്ടാക്കാൻ പാടില്ല. മീതെ സ്വർഗത്തിലെങ്കിലും താഴെ ഭൂമിയിലെങ്കിലും ഭൂമിക്ക് കീഴെ വെള്ളത്തിലുമുള്ള എങ്കിലും യാതൊന്നിൻ്റെയും പ്രതിമയും അരുത്. ദൈവം ഒരു പ്രതിമയും ദൈവം അനുവദിക്കുന്നതേയില്ല ദൈവത്തെ ആരാധിക്കുന്നതിന് പകരം. അവയെ നമസ്കരിക്കുകയോ സേവിക്കുകയോ ചെയ്യരുത്. നിന്റെ ദൈവമായ യഹോവയാ ഞാൻ തീഷ്ണതയുള്ള ദൈവമാകുന്നു. ആരാധന എന്നുള്ള വിഷയത്തിൽ നാം തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ഈ ആരാധന എന്നുള്ളതായ വിഷയത്തിൽ നിന്ന് ഇസ്രായേൽ ജനം തെറ്റിപ്പോയി കഴിഞ്ഞാൽ, ഞാൻ തീഷ്ണതയുള്ള ദൈവമാണ്. മറ്റൊരു കാര്യത്തിലും ദൈവം ഇങ്ങനെ പറയുന്നില്ല, 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ ഞാൻ നിങ്ങളെ സന്ദർശിക്കും. എന്നെ പകക്കുന്നവരിൽ പിതാക്കന്മാരെ അകൃത്യം 3-ാമത്തെയും 4-ാമത്തെയും തലമുറ വരെ മക്കളുടെ മേൽ സന്ദർശിക്കുകയും എന്നെ സ്നേഹിച്ച് എൻ്റെ കൽപ്പനകളെ പ്രമാണിക്കുന്നവർക്ക് 1000 തലമുറ വരെയും ദയ കാണിക്കും. ആരാധന എന്നുള്ള വിഷയ ദൈവം വളരെ കർക്കശക്കാരനാണെന്ന് കാണാൻ കഴിയും. ആ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ നമ്മൾ കാണുകയുണ്ടായി, ആരാധനയ്ക്ക് ഒരു സ്ഥലമോ സമയമോ ദിവസമോ ഒന്നും ഉണ്ടായിരുന്നില്ല എന്ന് കാണാൻ കഴിയും. എന്നാൽ ന്യായപ്രമാണ ആരാധനയിലേക്ക് വന്നപ്പോൾ അതിനൊരു പ്രത്യേക സ്ഥലം നിശ്ചയിക്കപ്പെട്ടു, ഒരു പ്രത്യേക സമയം നിശ്ചയിക്കപ്പെടുകയുണ്ടായി. മൃഗയാഗങ്ങളും ബലികളുമൊക്കെയും ദൈവം അതിൻ്റെ ഭാഗമായിട്ട് വെക്കുകയുണ്ടായി. അതുപോലെ പൗരോഹിത്യം നിയമിക്കപ്പെടുകയുണ്ടായി. നോക്കുക, ന്യായപ്രമാണ കാലത്ത് ആരാധന കുറെ കൂടി ഒരു രൂപം കൈക്കൊള്ളുകയുണ്ടായി, അല്ലെങ്കിൽ ആ ഒരു നിയതമായ രൂപത്തിലേക്ക് വരികയുണ്ടായി. പിതാക്കന്മാരുടെ കാലഘട്ടത്തിലും ന്യായപ്രമാണ കാലഘട്ടത്തിലും അല്ലെങ്കിൽ ക്രിസ്തീയ കാലഘട്ടത്തിലും ആരാധന എന്ന് പറയുന്നത് പടിപടിയായ ഒരു വളർച്ചയാണ്. ആദ്യം പിതാക്കന്മാർക്ക് മാത്രം ദൈവത്തെ ആരാധിക്കുന്നതായ ഒരു സംവിധാനം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ആ ഒരു തലമുറ വളർന്ന് വരുമ്പോൾ, അല്ലെങ്കിൽ ഇസ്രായേൽ ജനത്തെ വിടുവിക്കുമ്പോൾ ദൈവം അവർക്കൊരു നിയതമായ ഒരു രേഖ ഉണ്ടാക്കി കൊടുക്കുകയുണ്ടായി, അവർക്ക് ലിഖിതമായ കാര്യങ്ങൾ കൊടുക്കുകയുണ്ടായി. ന്യായപ്രമാണ കാലത്തിലേക്ക് വരുമ്പോഴേക്കും ആരാധന നിയമമുള്ളതായ അല്ലെങ്കിൽ നിയമപരമായിട്ട് രൂപപ്പെടുകയുണ്ടായി. പുതിയ നിയമാരാധന. ദൈവം ആരാധന എന്നുള്ളതായ വിഷയത്തിൽ ഉൽപ്പത്തി മുതൽ മനുഷ്യൻ നൽകിയതായ പരിശീലനങ്ങളും അല്ലെങ്കിൽ അപ്രകാരമുള്ളതായ എല്ലാ കാര്യങ്ങളും നോക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും. പുതിയ നിയമ ആരാധനയിലേക്ക് വരുമ്പോൾ ആ പുതിയ നിയമ ആരാധനയിലേക്ക് മനുഷ്യനെ ഉയർത്തുക എന്നതാണ് ഈ എല്ലാ പരിശീലനങ്ങളെയും ലക്ഷ്യമെന്ന് പറയുന്നത്. ആ പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് തോന്നുന്നതായ സമയത്ത് രാത്രിയെന്നോ പകലില്ലാതെ ദൈവത്തെ ആരാധിച്ചിരുന്നപ്പോൾ പിന്നീട് അതൊരു കൃത്യമായ നിഷ്ഠയിലേക്ക് കൊണ്ടുവന്നു, കൃത്യമായ സമയത്തിലേക്ക് കൊണ്ടുവന്നു. ദൈവത്തെ ആരാധിക്കണമെന്നുള്ളത് കർക്കശമായ ഒരു നിയമമായിട്ട് കൊണ്ടുവരികയുണ്ടായി. പിതാക്കന്മാരുടെ കാലഘട്ടത്തിൽ അവർക്ക് തോന്നുന്ന പോലെ ഒന്ന് ആരാധിച്ചെങ്കിൽ പിന്നീട് വരുമ്പോൾ അവർക്കൊരു പ്രത്യേക സമയം കൊടുക്കുകയുണ്ടായി. എന്നാൽ പുതിയ നിയമ ആരാധനയിലേക്ക് വരുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, ഈ പടിപടിയായിട്ട് മനുഷ്യനെ രൂപപ്പെടുത്തി ആ സത്യത്തിലും ആത്മാവിലുമുള്ളതായ ആരാധനയിലേക്ക് കൊണ്ടുവരിക എന്നതാണ് ദൈവം ഉദ്ദേശിക്കുന്നത്. യോഹന്നാൻ 4-ാം അധ്യായം
21 മുതൽ 24 വരെ. സ്ത്രീയെ, എൻ്റെ വാക്ക് വിശ്വസിക്കുക. നിങ്ങൾ പിതാവിനെ നമസ്കരിക്കുന്നത് ഈ മലയിലുമല്ല യെരൂശലേമിലുമല്ല എന്നുള്ള നാഴിക വരുന്നു. നിങ്ങൾ അറിയാത്തതിനെ നമസ്കരിക്കുന്നു, ഞങ്ങളോ അറിയുന്നതിനെ നമസ്കരിക്കുന്നു. രക്ഷ യഹൂദന്മാരുടെ ഇടയിൽ നിന്നല്ല വരുന്നത്. സത്യ നമസ്കാരികൾ പിതാവിനെ ആത്മാവിനും സത്യത്തിലും നമസ്കരിക്കുന്ന നാഴിക വരുന്നു, ഇപ്പോൾ വന്നുമിരിക്കുന്നു. തന്നെ നമസ്കരിക്കുന്നവർ ഇങ്ങനെയുള്ളവർ ആയിരിക്കണമെന്ന് പിതാവ് ചിന്തിക്കുന്നു. ദൈവം ആത്മാവാകുന്നു, അവനെ നമസ്കരിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും നമസ്കരിക്കുക. ഒരു സമര്യ സ്ത്രീയോടുള്ളതായ സംഭാഷണമാണ് നമ്മളിവിടെ കാണുന്നത്. ബൈബിളിൽ പുതിയ നിയമ ആരാധനയെക്കുറിച്ചുള്ള ആദ്യത്തെ പരാമർശനമാണ് ഈ യോഹന്നാന്റെ സുവിശേഷം 4-ാം അധ്യായത്തിൽ കാണുന്നത്. അവിടെ നമുക്ക് കാണാൻ കഴിയുന്ന ഇതുവരെ പിന്തുടർന്നു വരുന്നതായ ആരാധനാ രീതികൾക്ക്, ക്രമങ്ങൾക്ക്, മറ്റ് കാര്യങ്ങളൊക്കെ ഒരു മാറ്റം കടന്നു വരാൻ പോവുകയാണ്. ആരാധന എന്നുള്ളതായ വിഷയത്തിൽ ദയനീയമായി പരാജയപ്പെട്ടതായ യഹൂദിനെ സംബന്ധിച്ച് നോക്കുക, ഇവിടെ യഹൂദന്മാരോടല്ല പുതിയ നിയമ ആരാധനയെക്കുറിച്ച് ദൈവം പറയുന്നത്, ഒരു ശമര്യ സ്ത്രീയോടാണ്. യഹൂദനും ജാതികളും ഇടകലർന്ന അങ്ങനെ ഉണ്ടായതായ സന്തതികളിൽ നിന്ന് കടന്നു വന്നതായ ശമര്യ ജനത്തെ സംബന്ധിച്ച് യഹോവയാണ് ആരാധിക്കുന്നത്. എല്ലാ കാര്യങ്ങളും യഹോവയോട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് ആരാധിക്കുന്നത്. പക്ഷേ യഹൂദന്മാരുമായിട്ട് ബന്ധമില്ലാതെയാണ് അവർ ഓരോരുത്തരും ആ യഹൂദന്മാരുടെ ആരാധനയെ വളരെ താല്പര്യത്തോട് ആഗ്രഹത്തോടു കൂടി നോക്കിക്കാണുന്നവരാണ്. 20-ാം വാക്യം പറയാണ്, ഞങ്ങളുടെ പിതാക്കന്മാർ ഈ മലയിൽ നമസ്കരിച്ചു എന്നും നമസ്കരിക്കേണ്ട സ്ഥലം യെരൂശലേമിലാകുന്നു എന്ന് നിങ്ങൾ പറയുന്നു എന്ന് പറഞ്ഞു. 2 സ്ഥലത്താണ് ആരാധിക്കുന്നത്. ഇവർ ആരാധിക്കുന്ന ഒരു മലയിലും യഹൂദന്മാർ ആരാധിക്കുന്ന യെരൂശലേമിലുമാണ്. ഈ ശമര്യ സ്ത്രീയെ സംബന്ധിച്ച് ആ ആരാധനയെ വളരെ ആഗ്രഹത്തോടുകൂടി നോക്കിക്കണ്ടതായ അല്ലെങ്കിൽ ദൈവത്തെ ആരാധിക്കുവാൻ ഹൃദയംഗമായിട്ട് ആഗ്രഹിക്കുന്നതായ ഒരു മനോഭാവത്തിലൂടെയാണ് കടന്നു പോകുന്നത്. ഈ ഭാഗം വെളിപ്പെടുന്നതായ 3 കാര്യങ്ങൾ എന്താണെന്ന് ചോദിച്ചാൽ, ഇതുവരെ പിന്തുടർന്നു വന്നതായ ആരാധനക്രമത്തിൽ ഒരു മാറ്റം വരാൻ പോവുകയാണ് പ്രകടമായ. അത് സത്യത്തിലും ആത്മാവിലുമുള്ളതായ ആരാധനയാണ്. ഇപ്രകാരം ആരാധിക്കുന്നവരെ സത്യ നമസ്കാരികൾ എന്നാണ് വിളിക്കപ്പെടാൻ പോകുന്നത്. പലപ്പോഴും നമുക്കറിയാൻ സാധിക്കും, സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന എന്താണ് എന്ന് ചോദിക്കുമ്പോൾ ഭൂരിപക്ഷം മനുഷ്യരും ചിന്തിക്കുന്നത് വിഗ്രഹാരാധന നടക്കുന്നതായ കത്തോലിക്കർ ഒഴികെയുള്ളതായ ആ ഒരു സമൂഹത്തിൽ പിന്തുടർന്നു വരുന്നതായ ആരാധനക്രമമായിട്ടാണ് മിക്കവരും ചിന്തിക്കുന്നത്. അതായത് കത്തോലിക്കർക്ക് എഴുതി വെച്ചതായ ഒരു ആരാധനക്രമമുണ്ട്, ഒരു പ്രാർത്ഥനയുണ്ട്. ആ എഴുതി വെച്ചതായ പുസ്തകപ്രകാരമാണ് അവർ ദിവസവും എല്ലാ ദിവസവും ആരാധിക്കുന്നത്. അങ്ങനെയുള്ളതായ ആരാധനയല്ല, ഹൃദയത്തിൽ നിന്ന് കടന്നു വരുന്നതായ ആരാധനയാണ് സത്യത്തിലും ആത്മാവിലുമുള്ളതായ ആരാധന എന്നാണ് പൊതുവെ കണക്കാക്കപ്പെടുന്നത്. രണ്ട് കാര്യങ്ങളാണ് ഈ സത്യത്തിലും ആത്മാവിലുമുള്ളതായ ആരാധന എന്ന കാര്യം പഠിക്കുമ്പോൾ 2 കാര്യങ്ങളാണ് മനസ്സിലാക്കാൻ സാധിക്കും. ഒന്ന് അതിൻ്റെ അടിസ്ഥാനം, മറ്റൊന്ന് സ്വഭാവം. ആരാധന എന്തിലാണ് അടിസ്ഥാനപ്പെട്ടിരിക്കുന്നത്, അല്ലെങ്കിൽ എന്താണ് ആരാധനയുടെ മാനദണ്ഡമായിട്ട് കാണാൻ കഴിയുന്നത്? അത് നമുക്ക് കാണാൻ കഴിയുന്നത് സത്യത്തിലാണ്. സത്യം അല്ലെങ്കിൽ സത്യത്തിൽ അടിസ്ഥാനപ്പെട്ടതാണ് ആരാധന എന്ന് കാണാൻ കഴിയും. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 17-ാം വാക്യം. ന്യായപ്രമാണം മോശ മുഖാന്തരം ലഭിച്ചു, കൃപയും സത്യവും യേശു ക്രിസ്തു അപ്പോൾ യേശു മുഖാന്തരം വെളിപ്പെടുത്തിയതായ സത്യത്തിനെ അടിസ്ഥാനമാക്കിയാണ് ആരാധന അല്ലെങ്കിൽ ആരാധന സംഭവിക്കേണ്ടത്. യോഹന്നാൻ 8:32 വായിക്കാം.
സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും എന്ന് പറയാം. സത്യം അറിയുകയും സത്യം നിങ്ങളെ സ്വതന്ത്രരാക്കുകയും ചെയ്യും. യേശു വെറുതെ പറഞ്ഞതല്ല. ദൈവവചനപ്രകാരം ശരിയായ സത്യം മനസ്സിലാക്കിയെടുക്കുമ്പോൾ, ശരിയായ കാര്യങ്ങൾ തിരിച്ചറിയുമ്പോൾ അവരൊരു സ്വാതന്ത്ര്യത്തിലേക്ക് കടന്നു വരുമെന്നാണ് യേശു പഠിപ്പിക്കുന്നത്. യോഹന്നാൻ 17:17 വരുമ്പോൾ എന്താണ് ആ സത്യം എന്ന് കാണാൻ കഴിയും. ഞങ്ങൾ ലൗകികനല്ലാത്തത് പോലെ അവരും ലൗകികന്മാരല്ല. സത്യത്താൽ അവരെ വിശുദ്ധീകരിക്കണമേ, നിന്റെ വചനം സത്യമാകും. നിന്റെ വചനം, അപ്പോൾ ദൈവത്തിൻ്റെ വചനത്തെയാണ് സത്യം എന്ന് പറയുന്നത്. അല്ലെങ്കിൽ സത്യത്തിലുള്ളതായ, സത്യത്തിനും ആത്മാവിനും ആരാധിക്കുക എന്ന് പറയുമ്പോൾ വചനപ്രകാരം ആരാധന ക്രമീകരിക്കുന്നതിനെയാണ് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന എന്ന് പറയുന്നത്. അല്ലാതെ പുസ്തകത്തിൻ്റെ സഹായമില്ലാതെ ആരാധിക്കുന്നതിനെക്കുറിച്ചല്ല. ദൈവത്തിൻ്റെ വചനം പറയുന്ന പ്രകാരം ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമാണ് അവിടെ സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധന എന്ന് പറയുന്നത്. അതൊരിക്കലും വളരെ ഒച്ചത്തിലുള്ളതായ ആരാധന എന്ന് ആകണമെന്നില്ല, അല്ലെങ്കിൽ ഒച്ചയും ബഹളം ഉണ്ടാക്കിക്കൊണ്ട് ആരാധിക്കുന്നതല്ല. ദൈവവചനപ്രകാരം ക്രമീകരിക്കുന്നതായിരിക്കണം. വചനത്തിൽ ദൈവം പറഞ്ഞിരിക്കുന്നതായ വിധത്തിൽ ദൈവത്തെ ആരാധിക്കുമ്പോൾ മാത്രമേ അത് ശരിയായ സത്യ ആരാധനയായിട്ട് മാറുകയുള്ളൂ. നാം ദൈവത്തെ ആരാധിക്കുവാനായിട്ട് കടന്നു വരുമ്പോൾ, കൂടി വരുമ്പോൾ, ആരാധനയുടെ ഭാഗമായിട്ട് അവിടെ സംഭവിക്കുന്നതായ എല്ലാ കാര്യങ്ങളും ദൈവവചനപ്രകാരം തന്നെയാണോ എങ്കിൽ മാത്രമേ അത് സത്യ ആരാധനയായിട്ട് മാറുകയുള്ളൂ. അത് ദൈവത്തിൻ്റെതായ വചനം പറയുന്നതായ നിലയിൽ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് അത് സത്യത്തിൽ അടിസ്ഥാനപ്പെട്ട ആരാധനയായിട്ട് മാറുന്നത്. പിന്നെ നമുക്ക് കാണാൻ കഴിയുന്നു, ആത്മാവിലുള്ള ആരാധനയെക്കുറിച്ച് കേൾക്കാൻ കഴിഞ്ഞു. ദൈവത്തിൻ്റെതായ വചനപ്രകാരം സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചതായ വ്യക്തികളാണ് ദൈവത്തെ ആരാധിക്കേണ്ടത്. റോമാലേഖനം 1:10 എന്റെ പ്രാർത്ഥനയിൽ എപ്പോഴും യാചിക്കുന്നു എന്നുള്ളതിന് അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എന്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. അവന്റെ പുത്രനെ കുറിച്ചുള്ള സുവിശേഷ ഘോഷണത്തിൽ ഞാൻ എൻ്റെ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി. ശരിയായ തർജ്ജമ എന്ന് പറയുന്നത് ഞാൻ ആത്മാവിൽ ആരാധിക്കുന്ന ദൈവം എനിക്ക് സാക്ഷി എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഉണ്ടെങ്കിൽ മാത്രമേ, നാം സ്നാനമേറ്റ് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചവരാണെങ്കിൽ മാത്രമേ ദൈവത്തിന് നമ്മുടെ ആരാധന സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. നമുക്ക് ആരാധിക്കാൻ പറ്റില്ല എന്ന് പറയുന്നില്ല, പക്ഷേ ദൈവം അത് സ്വീകരിക്കണമെങ്കിൽ നമ്മുടെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് കാണണം. ഫിലിപ്പിയ ലേഖനം 3:3 ദൈവത്തിന്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. നോക്ക്, അവിടെ പറയുന്നത് ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് ആരാധിക്കുകയും ക്രിസ്തുയേശുവിൽ പ്രശംസിക്കുകയും ജഡത്തിൽ ആശ്രയിക്കാതിരിക്കുകയും ചെയ്യുന്ന നാം തന്നെ. ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ടാണ് ആരാധിക്കുക, അല്ലെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ മാത്രമേ ദൈവത്തിൻ്റെ ആത്മാവ് കൊണ്ട് നമുക്ക് ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. നാം രക്ഷിക്കപ്പെട്ടവരാണെങ്കിൽ മാത്രമേ നമുക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. 2 തിമോത്തിയോസ് 1:4 ഞാൻ പൂർവ്വന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസ്സാക്ഷിയുടെ ആരാധിക്കുന്ന ദൈവത്തിന്
നിന്റെ നിർവ്യാജ വിശ്വാസത്തിന്റെ ഓർമ്മ നിമിത്തം സ്തോത്രം ചെയ്യും. പൂർവന്മാരുടെ ദൃഷ്ടാന്തമനുസരിച്ച് അല്ലെങ്കിൽ പൂർവന്മാർ ദൈവത്തെ ആരാധിച്ചു എന്നതിൻ്റെതായ ദൃഷ്ടാന്തമനുസരിച്ച് നിർമ്മല മനസാക്ഷിയോടുകൂടെ, അവിടെ ആത്മാവെന്നുള്ളത് ആ പ്രയോഗം കാണാൻ കഴിയില്ല, പക്ഷേ നിർമ്മല മനസാക്ഷിയുള്ളവരായിട്ടാണ് പത്രോസിന്റെ ലേഖനത്തിൽ കാണാൻ കഴിയും. ഒരു നല്ല മനസാക്ഷിക്ക് വേണ്ടിയുള്ളതായ അപേക്ഷയായിട്ടാണ് സ്നാനത്തെ ദൈവം പരിഗണിക്കുന്നത് കാണാൻ കഴിയും. നാം ദൈവത്തോട് സ്നാനമേൽക്കുവാൻ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുമ്പോൾ നാം ദൈവത്തോട് നല്ല മനസാക്ഷിക്ക് വേണ്ടി യാചിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് ചെയ്യുന്നത്. ആ നല്ല മനസാക്ഷി ലഭിച്ചതായ അവസ്ഥയിലാണ് പൗലോസ് പറയുന്നത്, ഞാൻ നല്ല മനസാക്ഷിയോടുകൂടി ആരാധിക്കുകയാണ്. വളരെ വ്യക്തമായിട്ട് ദൈവത്തിൻ്റെ വചനം പഠിപ്പിക്കുന്നതായ ഒരു കാര്യമാണ്. ഏത് കാലത്തുള്ളതായ ആരാധനയാണെങ്കിലും, പിതാക്കന്മാരുടെ കാലത്തിലാണെങ്കിലും, അത് ന്യായപ്രമാണ കാലഘട്ടത്തിലാണെങ്കിലും, പുതിയ നിയമാരാധനയിലാണെങ്കിലും, ദൈവത്തോട് ബന്ധമുള്ളവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ കഴിയുകയുള്ളൂ. അല്ലെങ്കിൽ ദൈവത്തോട് ബന്ധമുള്ളവർക്കിടെ ആരാധന മാത്രമേ ദൈവം സ്വീകരിക്കുകയുള്ളൂ എന്ന് വ്യക്തമായിട്ട് കാണാൻ കഴിയും. പുറപ്പാട് 5:1. അതിനുശേഷം മോശയും അഹരോനും ചെന്ന് ഫറവോനോട്, മരുഭൂമിയിൽ എനിക്ക് ഉത്സവം കഴിക്കേണ്ടതിന് എന്റെ ജനത്തെ വിട്ടയക്കണം എന്നീ പ്രകാരം ഇസ്രായേലിന്റെ ദൈവമായ യഹോവ കൽപ്പിക്കുന്നു എന്ന് പറഞ്ഞു. മിസ്രൈമിൽ ഉണ്ടായിരുന്നതായ എല്ലാ ജനത്തോടുമല്ല ദൈവത്തെ ആരാധിക്കുവാൻ കൽപ്പിക്കുന്നത്. ഇസ്രായേൽ ജനമല്ലാതെ മറ്റനേക അല്ലെങ്കിൽ മിസ്രൈമിൽ താമസിച്ച് വരുന്നതായ ജനങ്ങളുണ്ടവിടെ. അവരോടും കൂടിയാണ് ദൈവം പറയുന്നത്. അവരോടല്ല ദൈവം പറയുന്നത്, ഇസ്രായേൽ ജനതയോട് മാത്രമാണ് പറയുന്നത്. ഫറവോനോട് അവൻ്റെ ജനത്തോട് ഒന്നും പറയുന്നില്ല. എൻ്റെ ജനത്തോട് പറയുക, എന്നെ ആരാധിക്കാൻ കടന്നു വരണം. യെശയ്യാവ് 43:1. നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്റെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ഇങ്ങനെ ഒരു അനുഭവത്തിലേക്ക് കടന്നു വന്നവർക്കാണ് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുന്നത്. നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രായേലെ നിന്നെ നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരം അരുളിച്ചെയ്യുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു, ഞാൻ നിന്നെ പേർ ചൊല്ലി വിളിച്ചിരിക്കുന്നു, നീ എനിക്കുള്ളവൻ തന്നെ. ദൈവത്താൽ വീണ്ടെടുക്കപ്പെട്ടതായ ജനത്തിന് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ അല്ലെങ്കിൽ ദൈവത്തിൻ്റെതായ ദൈവത്തിന് ആ ആരാധന സ്വീകരിക്കുവാൻ കഴിയുകയുള്ളൂ. സങ്കീർത്തനം 135 19 മുതൽ 24 വരെ. യഹോവയെ വാഴ്ത്തുക, അഹരോൻ ഗൃഹമേ യഹോവയെ വാഴ്ത്തുക, ലേവി ഗൃഹമേ യഹോവയെ വാഴ്ത്തുക, യഹോവ ഭക്തന്മാരെ യഹോവയെ വാഴ്ത്തുക. അവിടെ വളരെ വ്യക്തമായിട്ട് പറയുകയാണ്. 19 വാക്യത്തിൽ വായിക്കുമ്പോൾ കാണുന്നത്, ഇസ്രായേൽ ഗൃഹമേ യഹോവയെ വാഴ്ത്തുക, അഹരോന്റെ ഗൃഹമേ യഹോവയെ വാഴ്ത്തുക, ലേവി ഗൃഹമേ യഹോവയെ വാഴ്ത്തുക, യഹോവ ഭക്തന്മാരെ യഹോവയെ വാഴ്ത്തുവിൻ. യെരുശലേമിൽ അധിവസിക്കുന്ന യഹോവ സിയോനിൽ നിന്ന് വാഴ്ത്തപ്പെടുമാറാകട്ടെ. ഇസ്രായേൽ ജനതയോട് പറയുന്നുണ്ട്, അഹരോന്റെ ഗൃഹത്തോട് പറയുന്നുണ്ട്, ലേവി ഗൃഹത്തോട് പറയുന്നുണ്ട്. അതുപോലെ സിയോനിൽ നിന്നാണ് ദൈവം ആരാധിക്കപ്പെടേണ്ടത് വ്യക്തമായി പറയാണ്. ദൈവത്തിൻ്റെ ജനം മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ അല്ലെങ്കിൽ ദൈവത്തിന് ആ ആരാധന മാത്രമേ സ്വീകരിക്കാൻ കഴിയുകയുള്ളൂ. 103 സങ്കീർത്തനം 103 20 മുതൽ 22 വരെ. അവന്റെ വചനത്തിന്റെ ശബ്ദം കേട്ട് അവന്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവന്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായ അവന്റെ സകല സൈന്യങ്ങളുമായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ. അവന്റെ ആധിപത്യത്തിലെ സകല സ്ഥലങ്ങളിലുമുള്ള അവന്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കുവാൻ കഴിയില്ല, അല്ലെങ്കിൽ എല്ലാവരുടെയും ആരാധന ദൈവത്തിൽ സ്വീകരിക്കാൻ കഴിയില്ല. വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, ദൈവത്തിൻ്റെ ജനത്തിന് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ സാധിക്കുകയുള്ളൂ. അവൻ്റെ വചനത്തിൻ്റെ ശബ്ദം കേട്ട് അവൻ്റെ ആജ്ഞ അനുസരിക്കുന്ന വീരന്മാരായി അവൻ്റെ ദൂതന്മാരായുള്ളവരെ യഹോവയെ വാഴ്ത്തുവിൻ.
അവനെ അനുസരിക്കുന്നതായ, അവൻ്റെ ശബ്ദം കേട്ട് അവനെ അനുസരിക്കുന്നതായ അവരോട് പറയാണ്, അവർക്ക് മാത്രമേ ദൈവത്തെ ആരാധിക്കാൻ കഴിയുള്ളൂ. അവൻ്റെ ഇഷ്ടം ചെയ്യുന്ന ശുശ്രൂഷക്കാരായി അവൻ്റെ സകല സൈന്യങ്ങളുമായുള്ളവയെ യഹോവയെ വാഴ്ത്തുവിൻ. ദൈവത്തിൻ്റെ ഇഷ്ടം ചെയ്യുന്ന, ദൈവത്തിൻ്റെ വചനപ്രകാരം ജീവിതം ക്രമീകരിക്കുന്നവർക്കുള്ളതാണ് ആരാധന എന്ന് പറയുന്നത്. അവൻ്റെ ആധിപത്യത്തിൻ്റെ സകല സ്ഥലങ്ങളിലുള്ള അവൻ്റെ സകല പ്രവൃത്തികളുമേ യഹോവയെ വാഴ്ത്തുവിൻ. ദൈവം ഒരിക്കലും മറ്റാരുടെയും ആരാധന സ്വീകരിക്കുവാൻ കഴിയില്ല. പാപികളുടെ പ്രാർത്ഥന ദൈവം കേൾക്കുന്നില്ലെന്ന് വചനത്തിൽ കാണുന്നു. പാപികൾക്ക് ദൈവത്തെ ആരാധിക്കുവാൻ കഴിയില്ല. വീണ്ടെടുക്കപ്പെട്ടതായ ജനത്തിന് മാത്രമേ ദൈവത്തെ ആരാധിക്കുവാൻ കഴിയുകയുള്ളൂ. വെളിപാട് പുസ്തകം 19-ാം അധ്യായം 5-ാം വാക്യം. നിങ്ങളുടെ ദൈവത്തിന്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവരെ വാഴ്ത്തുവിൻ എന്ന് പറയുന്ന ഒരു ശബ്ദം സിംഹാസനത്തിൽ നിന്ന് പറഞ്ഞു. ആ ദൈവത്തിൻ്റെ സകല ദാസന്മാരും ഭക്തന്മാരുമായി ചെറിയവരും വലിയവരുമായുള്ളവരെ അവനെ വാഴ്ത്തുവിൻ. ചെറിയവരാകട്ടെ വലിയവരാകട്ടെ ദൈവത്തിൻ്റെ ഭക്തന്മാർക്ക് എല്ലാവർക്കും ദൈവത്തെ ആരാധിക്കാൻ കഴിയും. നമുക്കൊരു വാക്യം കൂടി വായിച്ച് അവസാനിപ്പിക്കാം. പ്രവൃത്തി 2-ാം അധ്യായം 40 മുതൽ 42 വരെ. മറ്റു പല വാക്കുകളാലും അവൻ സാക്ഷി പറഞ്ഞത് അവരെ പ്രബോധിപ്പിച്ചു. ഈ വക്രതയുള്ള തലമുറയിൽ നിന്നും രക്ഷിക്കപ്പെടുകയും എന്ന് പറഞ്ഞു. അവന്റെ വാക്ക് കൈക്കൊണ്ടവർ സ്നാനമേറ്റു. അന്ന് 3000-ഓളം പേർ അവരോടുകൂടെ ചേർന്നു. അവർ അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ടും കൂട്ടായ്മ ആചരിച്ചും അപ്പം നുറുക്കിയും പ്രാർത്ഥന കഴിച്ചും പോകും. അവിടെ പത്രോസിൻ്റെതായ പ്രസംഗം കേട്ട് 3000-ഓളം ജനങ്ങളാണ് സ്നാനമേറ്റ് കർത്താവിനോട് ചേർക്കപ്പെടുകയുണ്ടായത്. അവരാണ് അപ്പോസ്തലന്മാരുടെ ഉപദേശം കേട്ട് കൂട്ടായ്മ ആചരിച്ച് അപ്പം നുറുക്കി പ്രാർത്ഥന കഴിച്ചു പോകുന്നത്. ആദിമ നൂറ്റാണ്ടിൽ 3000-ഓളം ജനങ്ങളാണ് ആദ്യമായിട്ട് സുവിശേഷം കേട്ട് മാനസാന്തരപ്പെട്ട് പാപങ്ങളുടെ മോചനത്തിനായിട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സ്നാനം കഴിച്ചുകൊണ്ട് കർത്താവിനോട് ചേർക്കപ്പെടുകയുണ്ടായത്. അവരാണ് അപ്പോസ്തലന്മാരോടുകൂടെ ചേർന്നുകൊണ്ട് അപ്പം നുറുക്കി ദൈവത്തെ ആരാധിക്കുകയുണ്ടായത്. 47-ാം വാക്യം. ഹൃദയപരമാർത്ഥതയെ കൊണ്ട് ഭക്ഷണം കഴിക്കുകയും ദൈവത്തെ സ്തുതിക്കുകയും സകല ജനത്തിന്റെയും കൃപ അനുഭവിക്കുകയും ചെയ്തു. കർത്താവ് രക്ഷിക്കപ്പെടുന്നവരെ ദിനംപ്രതി സഭയോട് ചേർത്തു. ഇങ്ങനെ രക്ഷിക്കപ്പെടുന്നവരെ കർത്താവ് ദിനംപ്രതി സഭയോട് ചേർത്ത് കൊണ്ടിരുന്നു. ആ സഭയാണ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമാണ് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്നത്. നമ്മൾ വളരെ വ്യക്തമായിട്ട് കാണുകയുണ്ടായി. സത്യത്തിലും ആത്മാവിലുമുള്ളതായ ആരാധന എന്താണ് നമ്മൾ കാണുകയുണ്ടായി. ദൈവത്തിൻ്റെതായ മക്കളായി തീർന്നവർ ദൈവത്തിൻ്റെതായ പരിശുദ്ധാത്മാവ് കൊണ്ട് ദൈവത്തിൻ്റെതായ വചനപ്രകാരം ദൈവം പറയുന്ന പോലെ ആരാധിക്കുമ്പോഴാണ് അത് സത്യത്തിലും ആത്മാവിലുമുള്ള ആരാധനയായിട്ട് മാറുന്നത്. പുറപ്പാട് പുസ്തകം നമ്മൾ കാണുകയുണ്ടായി. ആരാധനയുണ്ടെന്നുള്ളതായ വിഷയത്തിൽ തെറ്റിപ്പോയി കഴിഞ്ഞാൽ എന്താണ് സംഭവിക്കുന്നത്? 3-ഉം 4-ഉം തലമുറ വരെ സന്ദർശിക്കുമെന്ന് ഇവിടെ കാണാൻ കഴിയും. ദൈവം ക്ഷമിക്കാത്തതായ പാപമാണ് ദൈവമല്ലാത്തവയെ ദൈവമായിട്ട് അംഗീകരിക്കുക, വിഗ്രഹങ്ങളെ ആരാധിക്കുക, പക്ഷികളെ, മൃഗങ്ങളെ, അല്ലെങ്കിൽ നാൽക്കാലികളെ, ഇഴജാതികളെയൊക്കെ ആരാധിക്കുക എന്നിവ പോലെ തന്നെ ദൈവം കരുതുന്നതായ ഒന്നാണ് ദൈവം പറയാത്തതുപോലെ ദൈവത്തെ ആരാധിക്കുക എന്നതും. ദൈവം പറയുന്നത് പോലെ ദൈവത്തെ ആരാധിക്കുമ്പോഴാണ് ദൈവം മഹത്വപ്പെടുന്നത്, ദൈവം സ്വീകരിക്കുന്നത്. കേട്ടതായ സന്ദേശത്തെ ഓർക്കാൻ നമുക്ക് ഈ സമയത്ത് എല്ലാ വിഷയങ്ങളെ ഓർത്ത് നമുക്ക് ഈ സമയത്ത് ചുരുക്കമായിട്ട് പ്രാർത്ഥിക്കാം.